പണ്ടൊക്കെ ഒരു നല്ല സ്മാർട്ട് ഫോൺ മേടിക്കുന്നത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. കാരണം അന്ന് വിരലിലെണ്ണാവുന്ന ബ്രാൻഡുകളെ ഉള്ളൂ, വളരെ ചുരുക്കം മോഡൽസ് മാത്രമേ ഉള്ളൂ. സോ ഏതൊരു കമ്പനിയുടെയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ മേടിക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്പർ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പറുള്ള ഫോൺ ഏതാണോ അതായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പോൾ വർഷം 2024 കാര്യങ്ങളെല്ലാം അടിപൊളി മാറിയിരിക്കുവാണ്. ഇഷ്ടം പോലെ ബ്രാൻഡ്, ഇഷ്ടം പോലെ മോഡലുകൾ, പല തരത്തിൽ, പല സൈസ്. ആൻഡ് ബ്രാൻഡുകൾ ഒപ്പിച്ചു വയ്ക്കുന്ന പണിക്കെല്ലാം തെറി കേൾക്കുന്നതോ അൺബോക്സ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ്. എന്തിന് 14,000 രൂപ കൊടുത്ത് ഞാൻ ഒരു എയർ പ്യൂരിഫയർ വാങ്ങിച്ചായിരുന്നു. ഏകദേശം 6 മാസത്തോളം ആ ഒരു എയർ പ്യൂരിഫയർ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. 6 മാസം ഉപയോഗിച്ചതിന് ശേഷം റിവ്യൂ ഇട്ട വീഡിയോയിൽ പോലും കൊള്ളാം, പെയ്ഡ് പ്രൊമോഷൻ കൊള്ളാം, അടിപൊളി പ്രൊമോഷൻ, എത്ര കിട്ടി എന്നുള്ള കമന്റുകൾക്ക് യാതൊരു കുറവുമില്ല. എന്തിനാ ഒരു പുതിയ ഫോൺ ഇറങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ ഞങ്ങൾക്ക് ഫോൺ കിട്ടി, ഞങ്ങൾ ഒരാഴ്ചത്തെ ടെസ്റ്റ് ചെയ്ത് അതിനുശേഷം അതിനൊരു വീഡിയോ ഉണ്ടാക്കി കൃത്യം ലോഞ്ച് ചെയ്യുന്ന ആ ഒരു നിമിഷം വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത്ര ഊള ഫോൺ വേറെ ഇല്ല, ഞാനിത് വാങ്ങി 1 മാസമായിട്ട് യൂസ് ചെയ്യുന്നു, ഒറ്റ മാസത്തിൽ ഡിസ്പ്ലേ അടിച്ചുപോയി, ആരും വാങ്ങല്ലേക്ക എന്ന് കമന്റ് ഇടുന്ന ടൈം ട്രാവൽ ചെയ്യുന്ന വ്യക്തികൾ വരെയും കമന്റ് സെക്ഷനിലുണ്ട്. ഇങ്ങനെ അനാവശ്യമായിട്ട് തെറി കേൾക്കുന്നതിന് മുകളിൽ ബ്രാൻഡുകൾ UFS 4 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്ന് പറഞ്ഞ് അവരുടെ വെബ്സൈറ്റിലും അത് കൊടുത്ത് അതും റെഫർ ചെയ്ത് വീഡിയോയും ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷം ആരെയും അറിയിക്കാതെ പെട്ടെന്ന് UFS 3.1 ആയിട്ട് മാറ്റിയിട്ട് അത് കണ്ടിട്ട് വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ UFS 4 എന്ന് പറഞ്ഞ് ഞങ്ങൾ മേടിച്ചു, എന്നിട്ട് UFS 3.1 അല്ലേ അതിലുള്ളൂ എന്ന് പറഞ്ഞ് തെറി പറയുന്നവരുണ്ട്. 2024 ഇത്രയും ഗംഭീര സ്പെക്സ് ഈ ഒരു പ്രൈസിന് വേറെ കിട്ടാനില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ലീക്ക് ചെയ്ത് അവസാനം ആ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നീ എന്തൊക്കെ പറഞ്ഞ് തള്ളിയാലും ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഡ്രോപ്പ് നോച്ചല്ലേ കൊടുത്തേക്കണേ, പോയില്ലേ എന്നുള്ള കമന്റുകളും കേൾപ്പിക്കാറുണ്ട്. ഫോൺ അൺബോക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അതിന്റെ വീഡിയോ ഇട്ട് അതും കണ്ട് ആൾക്കാർ ഫോൺ വാങ്ങിയിട്ട് കൃത്യം 1 മാസം കഴിയുമ്പോൾ നിങ്ങളൊരു അപ്ഡേറ്റ് കൊടുത്ത് മഞ്ഞ വര, പച്ച വര, നീല വര, ഇത്തരത്തിൽ ഗംഭീരമായ വരകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഒറ്റൊരുത്തന്റെ വീഡിയോ ാണ് ഞാൻ ഈ ഫോൺ മേടിച്ചത്, എന്റെ പൈസ മൊത്തം കൊണ്ടേ കളഞ്ഞവൻ എന്നും നിങ്ങൾ കേൾപ്പിക്കാറുണ്ട്. ബോക്സ് തുറന്ന് നോക്കുമ്പോൾ ബോക്സിന്റെ കൂടെ വരുന്നത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, വെബ്സൈറ്റിൽ ഇരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്, 33 വാട്ട് ചാർജർ ഇൻക്ലൂഡഡ് ഇൻ ദ ബോക്സ്. വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യം കാണിക്കുന്നു, അതുകൊണ്ട് ആൾക്കാർ സ്മാർട്ട് ഫോൺ മേടിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ദിസ് സ്മാർട്ട് ഫോൺ സപ്പോർട്ട്സ് 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 33 വാട്ട് ചാർജർ ഇൻക്ലൂഡഡ് ഇൻ ദ ബോക്സ്. 33 വാട്ട് ചാർജർ തരാം, പക്ഷേ 15 വാട്ടിലെ ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റുള്ളൂ. 1000 അല്ല, 2000 അല്ല, 3000 അല്ല, 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു സ്മാർട്ട് ഫോൺ തരും എന്ന് ഗംഭീരമായി അവരുടെ വെബ്സൈറ്റിൽ അഡ്വർടൈസ് ചെയ്യുന്നു. നമ്മൾ വീഡിയോയിൽ കൃത്യമായി പറയുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിൽ 4800 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണുള്ളത്, ഹൈ ബ്രൈറ്റ്നസ് അല്ല എന്ന്. പക്ഷേ വെബ്സൈറ്റിലുള്ള ഗംഭീരമായ അഡ്വർടൈസ്മെന്റ് നമ്മുടെ വീഡിയോയും കണ്ടതിന് ശേഷം ആൾക്കാർ മേടിച്ചിട്ട് ഇത് ഡയറക്റ്റ് സൺലൈറ്റിന്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ട് കാണുന്ന ബ്രൈറ്റ്നസ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് എന്ന് തെറ്റിദ്ധരിച്ചും ആൾക്കാരെ സ്മാർട്ട് ഫോൺ മേടിക്കുന്നുണ്ട്. അത്രയും ബ്രൈറ്റ്നസ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനും തെറി വിളിക്കാറുണ്ട്. ഫോൺ ഇറക്കുന്ന സമയത്ത് ഇവരെന്താ പറയാറ്, 3 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, അടിപൊളി. നമ്മൾ ഈ ഒരു കാര്യവും വീഡിയോയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇത് കേട്ട് ആൾക്കാർ വാങ്ങിയിട്ട് 1 മാസമല്ല, 2 മാസമല്ല, ഇപ്പോഴും 1 വർഷമായിട്ട് 4 കൊല്ലത്തോളം അപ്ഡേറ്റ് തരാം എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡിന്റെ സ്മാർട്ട് ഫോണിന് ഇപ്പോഴും അപ്ഡേറ്റ് വന്നിട്ടില്ല. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് 1 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കാനിട്ട് അതിനുള്ള തെറിയും കേൾക്കുന്നത് ഞങ്ങൾ. സ്മാർട്ട് ഫോൺ നമ്മൾ പോക്കറ്റ് ഇട്ട് നടക്കുന്ന സമയത്ത് പോക്കറ്റിനകത്തുള്ള വല്ല കോയിനോ കീയോ ഒക്കെ കൊണ്ട് ചെറിയ നേരിയതായിട്ടൊരു സ്ക്രാച്ച് ഡിസ്പ്ലേയിൽ വന്ന് കാണും. പക്ഷേ ടച്ചിനും ഡിസ്പ്ലേനൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് കൊണ്ടുപോകണം. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നു, അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഒരു വര വരുന്നു. വാറണ്ടിയിലുള്ള സ്മാർട്ട് ഫോൺ ആണ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണമാണ് ഈ വര വന്നത്. നേരെ നിങ്ങൾ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി സ്മാർട്ട് ഫോൺ കാണിക്കുമ്പോൾ അവർ പറയുന്നു സാറേ ഡിസ്പ്ലേയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. സോ ഇതൊരു ഫിസിക്കൽ ഡാമേജ് കാരണമാണ് നിങ്ങൾ ഡിസ്പ്ലേ കേടായത്. ഫിസിക്കൽ ഡാമേജ് നമ്മൾ വാറണ്ടിയിൽ കവർ ചെയ്യില്ല, പൈസ കൊടുത്ത് നിങ്ങൾ ഡിസ്പ്ലേ മാറ്റണം. അതിന് ഞങ്ങൾ തെറി കേൾക്കും. കാണാൻ അടിപൊളിയായിട്ടുള്ള 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ വെച്ചിട്ട് സ്മാർട്ട് ഫോണുകൾ ഇറക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണുകൾ മേടിച്ചിട്ട് നോർമൽ ആയിട്ടുള്ള ടെമ്പേർഡ് ഗ്ലാസ് അതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ സൈഡ് പൊന്തി നിൽക്കും എന്നുള്ളതുകൊണ്ട് UV ടെമ്പേർഡ് ഗ്ലാസുകൾ ആൾക്കാർ ഒട്ടിക്കുന്നു. ഇതൊക്കെ ഒട്ടിച്ച് ആൾക്കാർ സുഖമായിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോംബ് കമ്പനി ഇടുന്നു. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ UV സ്ക്രീൻ ഗാർഡാണ് ഒട്ടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വാറണ്ടി കിട്ടില്ല. അടിപൊളി. ഓരോ സ്മാർട്ട് ഫോണും ഓരോ വർഷം അവരുടെ പുതിയ വേരിയന്റ് ഇറക്കുന്ന സമയത്ത് അതിന്റെ തൊട്ട് പഴയ വേരിയന്റ് പഴയ വീഡിയോ കണ്ട് ആൾക്കാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്ത് ആ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസിനെ കുറച്ച് പുതിയ സ്മാർട്ട് ഫോണാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നിപ്പിച്ച് ഈ ഒരു പഴയ സ്മാർട്ട് ഫോണിനെ കേടാക്കി പുതിയ സ്മാർട്ട് ഫോൺ മേടിപ്പിക്കുന്ന പരിപാടിക്കും ഞങ്ങൾ തെറിയേൽക്കും. ഈ സ്മാർട്ട് ഫോണിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, ഇതിൽ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്ന് കാണിച്ച് എന്നാൽ ഔട്ട് ഓഫ് ദ ബോക്സ് ഫോൺ എടുത്ത് അതേ ചാർജിൽ കുതി ചാർജ് ചെയ്യുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഓഫാക്കി വെച്ച് തരുന്ന പല കമ്പനി സ്മാർട്ട് ഫോൺസും ഈ കൂട്ടത്തിലുണ്ട്. എന്ന് മാത്രമല്ല ഒറിജിനൽ പ്രൈസ് കണ്ട ആൾക്കാരെ ഞെട്ടി സ്മാർട്ട് ഫോൺ മേടിക്കാതിരിക്കുമോ എന്ന് പേടിച്ചിട്ട് കാർഡ് ഓഫർ, ബാങ്ക് ഓഫർ, എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളെല്ലാം കുറച്ചിട്ട്
ഏറ്റവും കുറവിൽ എത്ര രൂപയ്ക്കാണോ കിട്ടാവുന്നത് ആ ഒരു പ്രൈസ് ആയിരിക്കും ലോഞ്ചിന് കാണിക്കുന്നത്. ചെറിയൊരു സ്റ്റാർ അങ്ങേ അറ്റത്തിട്ടിട്ട് ആൾക്കാർ അത് നോട്ടീസ് ചെയ്യാതെ പോയിട്ട് 50-20,000 രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ടല്ലോ എന്ന് കടയിൽ പോയിട്ട് 28,000 രൂപയുടെ ബില്ല് കിട്ടി ഞെട്ടി വീഴുമ്പോഴും തെറി കേൾക്കുന്നത് ഞങ്ങൾ. എന്തിന് ഈ സിം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സിം മാറ്റിയിട്ട് ഈ സിം ഇടുന്ന സപ്പോർട്ടുള്ള ഫോൺ ഈ അടുത്തായിട്ട് ഇറങ്ങി. ഈ സിം ഉള്ള സ്മാർട്ട് ഫോൺ ആണല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ സ്മാർട്ട് ഫോൺ മേടിച്ചു. അവരുടെ കയ്യിൽ ഈ സിം സപ്പോർട്ട് ചെയ്യുന്ന പ്രൊവൈഡറും ഉണ്ട്. സ്മാർട്ട് ഫോണിൽ ഈ സിമ്മിന്റെ ഹാർഡ്വെയറും കയ്യിൽ ഈ സിമ്മിന്റെ പ്രൊവൈഡറും ഉണ്ട്. പക്ഷേ ആ സ്മാർട്ട് ഫോണിനകത്ത് ഈ സിം ഓപ്ഷൻ കമ്പനി എനേബിൾ ചെയ്തിട്ടില്ല. ഈ സിം എന്ന് പറഞ്ഞ് എടുത്തതാണ്, ഈ സിം കിട്ടുന്നില്ല. അതിനും ഞങ്ങൾക്ക് തെറി. 2 കൊല്ലം മുന്നേ ഇക്കൊല്ലം 5G വരും എന്ന് പറഞ്ഞ് 5G ഉള്ള പല സ്മാർട്ട് ഫോണുകൾ ഇറക്കിയ സമയത്ത് ഇന്ത്യയിൽ 5G ഇല്ലാത്തതുകൊണ്ട് തന്നെ 4Gയിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ 5G വന്നിട്ടും ഈ സ്മാർട്ട് ഫോണുകളിൽ 5Gയുടെ അപ്ഡേറ്റ് കൊടുക്കാതെ നടക്കുന്ന പല കമ്പനികളും ഇതിൻ്റെ ഇടയിലുണ്ട്. സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് ഭയങ്കര ഗംഭീരമായിട്ട് അഡ്വർടൈസ് ചെയ്തിട്ട് ആ ഒരു അഡ്വർടൈസ്മെന്റിന്റെ അത്രയും വലുപ്പത്തിൽ അല്ലെങ്കിൽ അത്രയും തിക്നെസ്സിലുള്ള ഒരു ഗൊറില്ല ഗ്ലാസ് പോലും ഇടാതെ സോൾട്ട് ഇടുന്ന കൂട്ടത്തിൽ ചെറുതായിട്ടൊരു മിന്നായം പോലെ ഗൊറില്ല ഗ്ലാസ് 5 കൊടുത്തിട്ട് അതിന് അഡ്വർടൈസ് ചെയ്ത് വിൽക്കുന്ന ടീമുകൾ ഇവിടെ ഉണ്ട്. വില കുറച്ച്, അതായത് ഈ ഒരു പ്രൈസിന് ഇത്രയും ഹാർഡ്വെയറുള്ള ഫോൺ വേറെ കിട്ടാനില്ല എന്ന് നമ്മളെ കൊണ്ട് അറിയാതെ പറയിപ്പിക്കുന്ന തരത്തിൽ ഫോണുകൾ ഇറക്കിയ പല കമ്പനികളും കുത്തി നിറച്ച് ബ്ലോട്ട്വെയറും അഡ്വർടൈസ്മെന്റും വെച്ചിട്ട് പക്ഷേ നമ്മൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്ന രീതിക്ക് ആക്കിയിട്ട് നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ വീണ്ടും അത് ഇൻസ്റ്റാൾ ആക്കി തരുന്ന മഹാന്മാരും ഇവിടെയുണ്ട്. ഗൈസ്, ഇങ്ങനെ ഒരുപാട് കോപ്പറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ. നമ്മൾ കഷ്ടപ്പെട്ട് ഫോണൊക്കെ കയ്യിൽ കിട്ടി അതൊക്കെ ടെസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് അത് കണ്ട ആൾക്കാരെ സ്മാർട്ട് ഫോണുകൾ മേടിച്ചതിന് ശേഷം നൈസായിട്ട് പണികൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഫോൺ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ലോഞ്ചിൻ്റെ സമയത്ത് നമുക്ക് മുൻകൂട്ടി ഇതിൻ്റെ ഫ്യൂച്ചർ ഒന്നും പ്രവചിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് നമ്മൾക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ എന്താണോ തോന്നുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. പക്ഷേ ആ ഒരു വീഡിയോ ഫോൺ ഇറങ്ങി 1, 2, 3 മാസത്തിന് ശേഷം പണി കിട്ടിയതിന് ശേഷം വന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ വന്ന് തെറി വിളിക്കുന്നതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ യാതൊരു ഉപകാരമില്ല. ഈ തെറിയൊക്കെ കൂടെ നിങ്ങളൊരു ഫോം ആക്കിയിട്ട് കൺസ്യൂമർ കോർട്ടിൽ ഈ ബ്രാൻഡുകൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഉചിതമായിട്ടുള്ള തീരുമാനം, വെറുതെ തെറി വിളിച്ച സമയം കളയുന്നതിനേക്കാളും. അപ്പോൾ ഇതൊക്കെയാണ് സത്യാവസ്ഥ. ഇത്രയുള്ളൊരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.